അപ്പൊ ഉയർത്തെഴുന്നേറ്റ തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തുവില്ല ഈ ആണിപ്പാട് മാത്രം മാഞ്ഞു പോയിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും എന്നറിയാമോ? ഞാൻ ഇതിൽ പറയുമ്പോൾ തന്നെ ഇതിപ്പോൾ ഞങ്ങൾ ഈ മുസ്ലിം സമുദായക്കാരുടെ ഇടയിലൊക്കെ ഇവർ പറയുമ്പോൾ അവർ പറയും യേശു ഒരു പ്രവാചകനായിരുന്നു, അവൻ ദൈവപുത്രനല്ല, അവൻ മരിച്ചിട്ടില്ല എന്ന് അവർ പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇപ്പം സാർ പറയുന്നത് യേശു ക്രിസ്തു മരിച്ചിട്ടില്ല, അവിടെ അവർ നല്ല മനുഷ്യനായിരുന്നു. അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. യേശു ക്രിസ്തു നല്ല മനുഷ്യനായിരുന്നു, പക്ഷെ അദ്ദേഹം മരിച്ചിട്ടില്ല. മരിച്ചാൽ അങ്ങനെ ഉയർത്തെഴുന്നേക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളിതിനെ തള്ളിക്കളയാം. അപ്പൊ യേശു ക്രിസ്തു പ്രവാചകനാണെന്നോ നല്ലവനാണോ ഒന്നും പറഞ്ഞിട്ട് സാറിന് പ്രയോജനമില്ല. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ എനിക്ക് യേശു ക്രിസ്തുവിനെ കൊണ്ട് പ്രയോജനം ഉള്ളൂ. അപ്പോൾ നോക്കുവിൻ, നമ്മളെല്ലാം മരിക്കുമല്ലോ, മരിച്ചതിന് ശേഷം യേശു ക്രിസ്തുവിന് മുമ്പ് നിൽക്കുമല്ലോ, ന്യായവിധി ഉണ്ടല്ലോ. അപ്പം സാറ് പറയാണ് യേശു ക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, സാറ് മരിച്ചതിന് ശേഷം യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇത് തെളിവാണ്. ഈ ആണിപ്പാടുള്ള കാര്യം അവൻ കാണിച്ചിട്ട് പറയും, കണ്ടോ എടാ വിജയൻ എന്ന് പറഞ്ഞ ഒരുത്തൻ രാവിലെ വന്ന് നിന്നോട് പറഞ്ഞല്ലോ ഞാൻ നിനക്ക് വേണ്ടി മരിച്ചത്, നീ വിശ്വസിച്ചോ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി ഈ ആണിപ്പാടുള്ള കാര്യവും ഈ തുളയ്ക്കപ്പെട്ട വിലാപ്പുറവും നിന്റെ മുമ്പിൽ അതുപോലെ കാണിക്കുമ്പോൾ ഈ വചനം കള്ളമാണെന്ന് ഇനി പറയാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അപ്പൊ ഇതുകൊണ്ടാണ് ഈ ആണിപ്പാട് മാഞ്ഞു പോകാതെ. ഇത് യേശുക്രിസ്തു മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് സകല മനുഷ്യർക്കുമുള്ള തെളിവാണ് ഈ ആണിപ്പാട്.